ഓം സായിറാം. സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് സായി ഡിവോട്ടീസ്, സായി ഭക്തർക്കുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ബാബയെ ആശ്രയിക്കുന്ന സമയത്ത്, ബാബയുടെ ഭക്തരായി മാറുന്ന സമയത്ത് നമ്മളെ തേടി ധാരാളം കഷ്ടങ്ങൾ, ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അത് ആരോഗ്യപരമായിട്ടായിക്കോട്ടെ, സാമ്പത്തികപരമായി ആയിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരും. അപ്പോൾ പലരും പറയാറുണ്ട്, ചിലരൊക്കെ പറയാറുണ്ട്, സായി ബാബയെ പ്രാർത്ഥിക്കുന്നവർക്ക് ദുരിതങ്ങൾ ഒരുപാടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ആദ്യം തുടക്ക സമയങ്ങളിൽ നമ്മൾ ബാബാ ഭക്തരായി ബാബയെ അറിയുന്ന സമയം തൊട്ട് നമുക്കും അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ ഉണ്ടാകും. ഒരു വെല്ലുവിളി എന്നോണം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കും. അപ്പോൾ നമ്മളും ചിന്തിക്കാൻ തുടങ്ങും, ബാബയെ പ്രാർത്ഥിച്ച സമയം മുതൽ എനിക്ക് എന്താണ് ഇങ്ങനെ, എൻ്റെ പ്രോബ്ലംസ് കുറയേണ്ടതല്ലേ? ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം കേട്ടോ, ബാബ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളത്. എങ്ങനെയാണെന്നല്ലേ? കാരണം നമ്മൾ ഈ വരുന്ന നമ്മുടെ ഓരോ വെല്ലുവിളികളായിക്കോട്ടെ, ഫസ്റ്റ് നിങ്ങൾ ബാബയെ നോക്കി ബാബയുടെ ഭക്തരായി മാറുന്ന സമയത്ത് ബാബ നമ്മളിലൊരു ശുദ്ധീകരണം നടത്തും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ഒരു ക്ലെൻസിങ് പ്രോസസ്സ് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്നത് നമ്മുടെ നെഗറ്റീവായിട്ടുള്ള കർമ്മ, അത് നമ്മളിൽ നിന്നും റിലീസായിക്കൊണ്ടേയിരിക്കും. അത് നമ്മളിൽ നിന്നും മോചിപ്പിക്കും ബാബ. നമ്മളറിയാത്ത കർമ്മഫലങ്ങൾ നമ്മൾക്ക് ഒരുപാടുണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളായിട്ട് നമുക്ക് സംഭവിക്കാം. അതിനെ ആദ്യം ബാബ റിമൂവ് ചെയ്യാൻ ശ്രമിക്കും. രണ്ടാമതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് വെല്ലുവിളികളിൽ നിന്ന് ഏതൊരു സാഹചര്യത്തെയും സധൈര്യം നിങ്ങൾക്ക് നേരിടാൻ സാധിക്കുന്ന രീതിയിൽ നിങ്ങളെ ബാബ ശക്തരാക്കും. അതിനും കുറച്ച് പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, നമ്മൾ ബാബയിൽ എപ്പോഴും ഞാൻ ബാബയിൽ പരിപൂർണമായും വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഓരോ സാഹചര്യത്തിലും നിങ്ങളുടെ വിശ്വാസം എത്രയാണെന്ന് ബാബ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. എങ്കിൽ മാത്രമേ ആ ഓരോ വെല്ലുവിളികളും ഓരോ പരീക്ഷണങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ കൂടുതൽ ബാബയിൽ വിശ്വസിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ബാബ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്താണ്? ശ്രദ്ധ, സബൂരി. എന്താണ്? ആത്മാർത്ഥമായി നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അതുപോലെ തന്നെ ക്ഷമയോടെ കാത്തിരിക്കുക. അല്ലേ? നമ്മൾ ഞാൻ ബാബയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഓരോ സമയത്തും ഞാൻ പറഞ്ഞല്ലോ, അത്രയേറെ പരീക്ഷണങ്ങൾ ഉണ്ടാകും. നിങ്ങൾ എത്രത്തോളം ബാബയിൽ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നതിനുള്ള അത്രയും പരീക്ഷണങ്ങൾ നിങ്ങളിലുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം ബാബയുടെ മുൻപിൽ ആവശ്യപ്പെടുകയും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്ന ഓരോ സമയത്തും നിങ്ങളുടെ ക്ഷമ എത്രയാണെന്ന് ബാബ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ പരീക്ഷണങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഓരോരോ വെല്ലുവിളികളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങളുമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ബാബയിൽ നമ്മൾ ആദ്യം ബാബയെ അറിയാൻ തുടങ്ങുന്ന സമയം മുതൽ, ബാബയുടെ സച്ചരിത്ര വായിക്കുന്ന സമയം മുതൽ, ബാബയുടെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയം മുതൽ നമുക്ക് ആദ്യമൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ. അതുവരെയും നമ്മൾ അനുഭവിച്ചതിൽ നിന്നും ഒരുപാട് പ്രോബ്ലംസ് കൂടുന്നതായിട്ട് നമുക്ക് തോന്നാം. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു കാര്യമാണ്, ഞാൻ ബാബയിലോട്ട് പെട്ടെന്ന് മാറിയത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും പ്രോബ്ലംസ് വരുന്നതെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മൾ പലരും പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സച്ചരിത്ര പാരായണം അവിടെ വെച്ച് നിർത്തുന്നവരായിരിക്കാം, ബാബ മന്ത്രങ്ങൾ ജപിക്കുന്നത് കുറയുന്നവരായിരിക്കും. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. അതിൻ്റെ അവസാനം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്, മുമ്പ് ഇരുന്ന നിങ്ങളും ഇപ്പോഴുള്ള നിങ്ങളും തമ്മിൽ വളരെയേറെ വ്യത്യാസം നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ ജീവിത രീതിയിൽ നിങ്ങൾക്ക് കണ്ടേക്കാം. കാരണം ആരെന്ത് പറഞ്ഞാലും കരയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന നിങ്ങളാണെങ്കിൽ, അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ളൊരു നിങ്ങളെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികളും ചാലഞ്ചസും വരുന്ന സമയത്ത് ഒരു നിമിഷം കണ്ണടച്ച് പറയുക, ബാബ, ഞാൻ ബാബയിൽ ആത്മാർത്ഥമായും വിശ്വസിക്കുന്നു. എനിക്ക് നല്ലത് എന്താണോ അത് യഥാസമയം എന്നിലേക്ക് എത്തിക്കുമെന്ന് പരിപൂർണമായും ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുക കേട്ടോ. കാരണം നമ്മൾ എത്ര തന്നെ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ബാബ പറയുന്നത് പോലെ എന്താണ്? ബാബയിൽ നമ്മൾ സറണ്ടർ ചെയ്യുക, നമ്മൾ ആശ്രയിക്കുക. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സറിഞ്ഞ് ബാബയോട് പറയുക, ബാബയെ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നതിനോടൊപ്പം തന്നെ ബാബയുടെ സമയത്തെ ഞാൻ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കുന്നു എന്ന് പറയുക. ബാബ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത് എന്താണോ അത് ബാബയ്ക്കറിയാം. ഏത് സമയത്താണ്, എപ്പോഴാണ് നമ്മളിൽ എത്തേണ്ടത്, എങ്ങനെയാണ് എത്തേണ്ടതെന്നും ബാബയ്ക്കറിയാം. അല്ലേ? ആ ഒരു സമയക്രമത്തെ നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുന്നു എന്ന് ബാബയോട് പറഞ്ഞു നോക്കൂ. അതിൽ തുടങ്ങി അങ്ങോട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നല്ല നല്ല മാറ്റങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും ഒരുപാട് പ്രോബ്ലംസാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ
നിങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കേണ്ടത് ബാബ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത് അതിനെ ഒരു പ്രോബ്ലമായിട്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രശ്നങ്ങളായിരിക്കും, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊക്കെ. പക്ഷെ ബാബ ബാബ കാണുന്നത് എന്താണ്? ഒരു വലിയ ദുരന്തമായി അത് മാറുന്നതിന് മുമ്പ് അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ബാബ മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. അത് കർമ്മഫലങ്ങളായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വരാൻ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളായിക്കോട്ടെ, അതെല്ലാം മുൻകൂട്ടി ബാബ കാണുകയും അതിൽ നിന്നും നമ്മളെ പതിയെ മാറ്റി നിർത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതൊരു 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, സദാ പറയുക, ബാബ, ഞാൻ ബാബയിൽ വിശ്വസിക്കുന്നു, ബാബയുടെ സമയക്രമത്തിൽ ഞാൻ പൂർണ്ണമായും തൃപ്തനാണെന്ന് പറഞ്ഞ് എപ്പോഴും പറയുക. ആ ഒരു കാര്യം പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കതൊരു മെൻ്റലായിട്ട് നിങ്ങളെ സ്ട്രോങ് ആക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് പ്രോബ്ലംസാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിൽ ഇന്ന് തുടങ്ങി അങ്ങോട്ട് ആശ്വസിക്കൂ. ബാബ നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളോടൊപ്പം തന്നെ ബാബയുണ്ടെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ബാബയുടെ അനുഗ്രഹവും ബാബയുടെ സാമീപ്യവും ഒക്കെ എപ്പോഴും അറിയാൻ സാധിക്കട്ടെ. ഓം സായിറാം.